ദൃഷ്ടിദോഷം അഥവാ ഇവിൾ ഐ എങ്ങനെ നീക്കം ചെയ്യാം? ഇവിൾ ഐ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവിൾ ഐ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു നെഗറ്റീവ് അനുഭവത്തെ തുടർന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഇതേപോലെ രാത്രി കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങിയാൽ തന്നെ അദ്ദേഹം ഒരു 5 മിനിറ്റിനുള്ളിൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന സമയത്ത് പല പല രൂപങ്ങൾ കാണുന്നു. വർക്ക് ലൈഫാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും ഒരു എനർജി തോന്നുന്നില്ല. വളരെയധികം സ്ട്രെസ്ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡെയിലി റൂട്ടീനുകളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല. എന്തൊക്കെയോ എനർജി ഡ്രെയിൻ ആകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി എന്ന് ഉള്ളൊരു അനുഭവം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഉടനെ അമ്പലത്തിൽ പോകുന്നൊരു വ്യക്തിയാണ്. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. കൂടാതെ ഒരു ജ്യോത്സ്യനെ ചെന്ന് കാണുകയും ചെയ്തു. ആ ഒരു ജ്യോത്സ്യൻ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഇതേപോലെ അദ്ദേഹത്തിന് ശത്രുദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം സംഭവിച്ചിട്ടുണ്ട്. മറ്റു ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ്. പലപ്പോഴും അത് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ അസൂയ കൊണ്ടോ അവരുടെ മോശമായ ഇൻറ്റൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവർ ഒരു ഇൻറ്റൻസ് അറ്റൻഷൻ നമ്മളിലേക്ക് വരുത്തുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഇവിൾ ഐ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ കണ്ണിലൂടെ വരുന്ന മോശം വൈബ്രേഷനാണിത്. അപ്പം മറ്റുള്ളവർ ഇത് നമ്മളെപ്പറ്റി മോശമായി തന്നെ ചിന്തിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടോ. അവർ ചിലപ്പോൾ നമ്മളെപ്പറ്റി ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരാകാം. അവർ ചിലപ്പോൾ നമ്മളെപ്പറ്റി നല്ലതും ചിന്തിക്കാം. അപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നവരുണ്ട്. ചിലവർക്കാണ് അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളത്. അത് അവരുടെ ജനനത്തിലുള്ള ഒരു കാര്യമാണ്. അവരിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അത് നെഗറ്റീവായിട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ ആളുകൾ നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം ചിന്തിക്കുകയും അത് അവരുടെ ഇമോഷണൽ ഇൻറ്റൻസിറ്റിയിലൂടെ അതും കൂടെ ചേർന്നാൽ അത് അടുത്തുള്ള ആളുകൾ ഒരു എനർജി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. അതാണ് ക്ലിയറായി പറഞ്ഞാൽ ഇവിൾ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ദൃഷ്ടി ബാധിച്ചാൽ അത് കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഫ്രണ്ടിൻ്റെ അനുഭവം പോലെ തന്നെ വളരെ അധികം തളർച്ച തോന്നുക, അപ്രതീക്ഷിതമായി നമ്മുടെ മൂഡൊക്കെ അങ്ങ് ചേഞ്ച് ആകുക, മൂഡ് ഡൗൺ ആകുന്നതായിട്ട് തോന്നുക, പിന്നെ സ്മോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുക, തലവേദന ഉണ്ടാകുക. അപ്പം സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകാത്തൊരു വ്യക്തിക്ക് അയാളുടെ കുറച്ച് നാളായിട്ട് തലവേദനയൊക്കെ വരിക, അദ്ദേഹത്തിൻ്റെ റൂട്ടീൻ തന്നെ മാറുക, നമ്മുടെയൊക്കെ റൂട്ടീൻ തന്നെ മാറാം. ചിലവർ ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരുണ്ടാവും, നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ടാവും, അങ്ങനെ റൂട്ടീനിൽ പോകുന്നവരുണ്ടാവും. പക്ഷെ അതെല്ലാം അങ്ങ് താളം തെറ്റുക. നമ്മുടെ വീട്ടിലോ വർക്ക് സ്പേസിലോ വളരെയധികം എനർജി ഹെവിയായി മാറുക, നമ്മുടെ വർക്കൊക്കെ ഭയങ്കരധികം കൂടുന്നതായിട്ട് തോന്നുക, വളരെ സ്ട്രെസ്ഫുള്ളായി വീട്ടിലോട്ട് വന്നാലും നമുക്ക് വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്, ഇവിൾ ഐ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇവിൾ ഐ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്നല്ല, ഇവിൾ ഐ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഒരു ഇൻറ്റൻഷൻ തോന്നും, എനിക്ക് ഇന്ന പോലെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ തോന്നുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില റെമഡീസാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ കേസിൽ കരട് ജപിച്ച് കെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു കൊടുത്തു. എങ്കിലും നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പം അതിലൊന്നാണ് ഉപ്പ് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക. ഉപ്പെന്ന് പറയുന്നത് ഗ്രേറ്റ് നെഗറ്റീവ് എനർജി റിമൂവറാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ വർക്ക് കഴിഞ്ഞൊക്കെ വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലൊരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിനുള്ളിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് എൻ്റെ എല്ലാ നെഗറ്റീവ് എനർജികളും മാറട്ടെ, എന്തെങ്കിലും ഞാൻ വളരെ സേഫാണ് എന്നുള്ള കാര്യം വളരെ ശാന്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം ആ ഉപ്പ് വെള്ളം വാഷ് ബേസിനിലേക്ക് ഒഴിച്ചു കളയുക. ഉപ്പെന്ന് പറയുന്ന ആ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് 2-3 രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു മെത്തേഡാണ് ഞാനീ പറഞ്ഞത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. അതായത് വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം നിറയ്ക്കുക, അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പിട്ട് കലക്കിയിട്ട് നമ്മുടെ കാലെടുത്ത് നമ്മളൊരു എവിടെയെങ്കിലും ഒരു സോഫയിലോ വല്ല ഇരുന്നുകൊണ്ട് നമ്മുടെ കാലതിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഉപ്പ് വെള്ളം ബാത്റൂമിൽ വല്ല ഒഴിച്ച് കളയാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ
ഉപ്പ് കുറച്ച് നമ്മുടെ കൈവെള്ളയിൽ എടുത്തിട്ട് രണ്ട് കൈവെള്ളയും കൂടെ കൂട്ടി തിരുമ്മിയതിന് ശേഷം ഇതേപോലെ ഞാൻ സേഫാണ്, എൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം റിമൂവ് ആയിക്കൊള്ളും എന്നുള്ളൊരു സാധനം പറഞ്ഞതിന് ശേഷം അത് നമ്മുടെ ടാപ്പ് തുറന്നിട്ട് അതങ്ങ് സാധാരണ കൈ കഴുകുന്ന പോലെ തിരുമ്മി അങ്ങ് കഴുകിക്കളയാം. അപ്പം വളരെ ഈസി ആയിട്ടുള്ള റെമഡിയാണ് ഉപ്പ് കൊണ്ടുള്ള ടെക്നിക്ക്. ഇനി രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാരങ്ങ എങ്ങനെ ഉപയോഗിക്കാം. അപ്പം നാരങ്ങ ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ളിലാണ് നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാരങ്ങ എടുത്ത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ അങ്ങ് തൂക്കിയിടുക. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ നാരങ്ങ നിങ്ങൾ മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഇവളായി ബാധിച്ചൊരു വ്യക്തിക്ക് ഈ നാരങ്ങ കൊണ്ട് എങ്ങനെ നമ്മുടെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒരു നാരങ്ങ നിങ്ങൾ ഫ്രഷായിട്ട് മേടിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ നിന്നുകൊണ്ട് നിങ്ങളുടെ റൈറ്റിലോട്ട് 7 പ്രാവശ്യം ഉഴിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, എൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം, എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം റിമൂവ് ആവട്ടെ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ നടയിൽ ചെന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ കോമ്പസ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പ് എടുത്തിട്ട് നടയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് 180 ഡിഗ്രി കാണിക്കുന്ന സ്ഥലത്ത് ആ ഡയറക്ഷനിൽ, നിങ്ങളുടെ വീടിൻ്റെ ആ ഡയറക്ഷനിലേക്ക്, ആ സ്ഥലത്തേക്ക് പോയി നിങ്ങൾ നിന്നിട്ട് നാരങ്ങ താഴെ വെച്ച് അവിടെ വെച്ച് അതങ്ങ് ചവിട്ടി പൊട്ടിക്കുക. ഇതാണ് അടുത്തൊരു റെമഡി എന്ന് പറയുന്നത്. ഇനി നാരങ്ങ കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്ക് സ്പേസിൽ, നമ്മൾ ഇരിക്കുന്ന വർക്ക് സ്പേസിലും ഇതേപോലെ ആൾക്കാരുടെ ജലസി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു നാരങ്ങ ഫ്രഷായിട്ട് മേടിച്ച് നിങ്ങളുടെ ടേബിളിലോ ഡെസ്കിലോ നിങ്ങൾക്ക് വെച്ചിട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം ആ നാരങ്ങ നിങ്ങൾക്ക് അങ്ങ് റിമൂവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് വർക്ക് സ്പേസിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഉപ്പുവെള്ളം. പക്ഷെ അത് എപ്പോഴും പോസിബിൾ ആകത്തില്ല. ഒരു ബൗളിനുള്ളിൽ ഉപ്പുവെള്ളം നിറച്ചിട്ട് നമ്മുടെ ടേബിളിന് ഫ്രണ്ടിൽ വെക്കാം. എന്നിട്ടത് നമ്മൾ പോകുന്നതിന് മുന്നേ വാഷ് ബേസിനിൽ ഒഴിച്ച് കളയണം. അത് മറക്കരുത്. ആ ഒരു കാര്യം വേണമെങ്കിൽ അവിടെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ശുദ്ധമായ എനർജി പരക്കാൻ സഹായിക്കുന്നൊരു വസ്തുവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ അത് ശുദ്ധമായ എനർജി നമ്മുടെ വീട്ടിലേക്ക് പരക്കുകയും ദിവസവും ചുരുങ്ങിയത് 1 പ്രാവശ്യമെങ്കിലും കർപ്പൂരം കത്തിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ദിവസവും ജപിക്കാൻ പറ്റുന്ന ചില മന്ത്രങ്ങളാണ്: മഹാദേവനെ വിളിക്കുക, ഓം നമഃ ശിവായ എന്ന് പറയുന്ന മന്ത്രം ഉച്ചരിക്കുക, മഹാവിഷ്ണു, അതായത് ഓം നമോ നാരായണായ, അതേപോലുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. പിന്നെ നമുക്ക് ചില അഫർമേഷൻസ് ചെയ്യാവുന്നതാണ്. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണ്, മിററിൽ നോക്കി നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഐ ആം സേഫ്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, അങ്ങനെയുള്ള അഫർമേഷൻസൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യുക. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെയധികം കാമാക്കുകയും നമ്മുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ദിവസേന ദീപം കത്തിച്ച് ആ ദീപത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കൂടി ശ്രമിക്കുക. പിന്നെ ഡെയിലി നമ്മൾ വർക്കിന് പോകുന്നവരായിരിക്കും. അപ്പോൾ വർക്കിന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കരുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചില ക്രിസ്റ്റലുകളുണ്ട്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിസ്റ്റലുകളൊന്നുമല്ല. അതിന് പറയുന്ന പേര് ബ്ലാക്ക് ടൂർമലൈൻ ക്രിസ്റ്റൽ എന്ന് പറയും. അല്ലെങ്കിൽ ക്ലിയർ ക്വാർട്സിൻ്റെ ക്രിസ്റ്റലുകളുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇപ്പം ഇവലായി സിമ്പലുള്ള ലോക്കറ്റുകളുണ്ട്, ബ്രേസ്ലെറ്റുകളുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കീ ചെയിനുകളുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.